ഇപ്പോൾ ഇന്നലെ അന്തരിച്ച പ്രൊഫസർ എം.കെ. സാനുവിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായി ആശുപത്രിയിലായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. ഇന്നിപ്പോൾ പൊതുദർശനമുണ്ട്. എറണാകുളത്ത് പൊതുദർശനത്തിന് ശേഷം ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക ലോകത്തെ സാന്നിധ്യമായിരുന്നു പ്രൊഫസർ എം.കെ. സാനുമാഷ്. പ്രിയപ്പെട്ടവരെല്ലാം സ്നേഹത്തോടുകൂടി സാനുമാഷെ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം തീരാ നഷ്ടമാണ്. രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക മേഖലയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. നിധിൻ സേവ്യറുണ്ട്. നിധിൻ, സാനുമാഷിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അവിടെ പൊതുദർശനമായി തന്നെയില്ലേ? ഇന്നിപ്പോൾ എങ്ങനെയാണ് മറ്റ് കാര്യങ്ങൾ? അതായത് ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടെന്നറിയാം. സംസ്കാര ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ദിവ്യ, സാനുമാഷിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം വീട്ടിൽ പൊതുദർശനം ആരംഭിക്കും. രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് ഇവിടെ പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത്. പിന്നീട് 10 മണിക്ക് ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. എറണാകുളം ടൗൺ ഹാളിൽ തന്നെയായിരിക്കും കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനായി എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാവുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ ടൗൺ ഹാളിലേക്ക് എത്തും. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് രവിപുരത്തുള്ള ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. വൈകിട്ട് 4 മണി വരെ പൊതുദർശനം, ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5:30-ക്കാണ് സാനുമാഷ് അന്തരിക്കുന്നത്. എഴുത്തുകാരനും സാമൂഹിക സാംസ്കാരിക രംഗത്തുമൊക്കെ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. 98 വയസ്സാണ്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 25-ാം തീയതിയാണ് അദ്ദേഹം ഇത്തരത്തിൽ വീട്ടിൽ വെച്ച് വീണ് പരിക്കേൽക്കുന്നത്. തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായി. പിന്നീട് ന്യൂമോണിയ കൂടി ബാധിച്ചതോടെയാണ് 98-ാം വയസ്സിൽ അദ്ദേഹം വിടവാകുന്നത്. ഇന്നലെ വൈകിട്ട് സ്വകാര്യ ആശുപത്രിയിൽ പൊതുദർശനമുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി P. രാജീവ് അടക്കമുള്ളവരൊക്കെ തന്നെ ഇന്നലെ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തിയ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രക്കുറിപ്പിലൂടെ പറഞ്ഞത് കേരള സമൂഹത്തെയും കേരള ചരിത്രത്തെയും പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും രചനകളുമൊക്കെ കൊണ്ട് സമ്പന്നമാക്കിയ ഒരു ജീവിതത്തിനാണ് തിരശ്ശീല വീണതെന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും നമുക്ക്. മഹാരാജാസ് സ്കൂൾ അധ്യാപകനായി തുടങ്ങി പിന്നീട് മഹാരാജാസ് കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിൽ പ്രഗത്ഭരായ സാംസ്കാരിക കലാ സിനിമാ രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തന്നെ അദ്ദേഹത്തെ ഓർക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായാണ്. അദ്ദേഹത്തിൻ്റെ അതിനുശേഷം 40ഓളം പുസ്തകങ്ങളാണ് രചിച്ചിട്ടുള്ളത്. നിരവധി സാഹിത്യ നിരൂപണങ്ങൾ, നിരവധി ജീവചരിത്രങ്ങൾ, പ്രത്യേകിച്ച് ബഷീറിൻ്റെ അടക്കമുള്ള ജീവചരിത്രങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1987-ലാണ് അദ്ദേഹം ആദ്യമായി MLA ആകുന്നത്. ഇടത് സ്വതന്ത്രനായി എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കുകയായിരുന്നു. പിന്നീട് 2002-ലും 1985-ലുമാണ് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിക്കുന്നത്. 2011-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. മഹാകവി വൈലോപ്പള്ളിക്ക് ശേഷം പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി അദ്ദേഹം സജീവമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൊക്കെ കൂടെ തന്നെ അദ്ദേഹം പ്രശസ്തനാണ്. അദ്ദേഹം ഈ വീണ് പരിക്കേൽക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം എറണാകുളത്ത് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരുന്നതാണ്. അദ്ദേഹം ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരെയും ഒക്കെ തന്നെ വലിയ തോതിൽ സംസാരിക്കാൻ ഉറച്ചായിരുന്നു. ആ പ്രസ് മീറ്റ്, ആ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനായില്ല. അദ്ദേഹം അന്ന് രാവിലെയാണ് അദ്ദേഹം
വീട്ടിൽ വെച്ച് വീണ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അപ്പോൾ അങ്ങനെ എറണാകുളത്തുകാർക്കൊക്കെ പ്രിയങ്കരനാണ്. കാരണം എറണാകുളത്ത് എന്ത് സാംസ്കാരിക പരിപാടികളുണ്ടെങ്കിലും അദ്ദേഹം അവിടെയെല്ലാം ഓടിമെത്തുമായിരുന്നു. ഒരു മാസം മുൻപാണ് അദ്ദേഹം അവസാനമായി രചിച്ച പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നത്. അന്നുമൊക്കെ വളരെ ഊർജ്ജസ്വലനായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടത് സ്വതന്ത്രനായി മത്സരിച്ചത്. അന്ന് കോൺഗ്രസ് നേതാവ് എൽ ജേക്കബിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ചങ്ങമ്പുര, കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ജീവചരിത്രമെന്ന് പറയാവുന്ന കൃതികളാണ്. ഒപ്പം തന്നെ ബഷീറിൻ്റെയും പി കെ ബാലകൃഷ്ണൻ്റെയും ഒക്കെ ജീവചരിത്രവും സാനുമാഷിൻ്റെ വാക്കുകളോട് മലയാളികൾ അറിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വീട്ടിലെ പൊതുദർശനം ഉടനെ ആരംഭിക്കും. അതിനുശേഷം 10 മണിയോടെ ടൗൺ ഹാളിലേക്ക് പൊതുദർശനായ മൃതദേഹം കൊണ്ടുപോകും. മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ ടൗൺ ഹാളിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും. ദിവ്യ.